വിഷയം രേണുസുതിയാണ്. രേണുസുതിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും രേണുസുതിയെ പറ്റിയുള്ള വീഡിയോ ഇടൽ നിർത്തി. അവർക്ക് നന്മ വരട്ടെ, അവരെക്കുറിച്ച് മോശമായി പറഞ്ഞവരെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവർക്ക് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ലോകത്തിൽ ആർക്കും വരരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അസുഖമായിരുന്നു അവർക്ക് അത് എന്ന് അവർ പറയുന്നത്, ക്യാൻസർ. അപ്പൊ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അവരെത്രയും പെട്ടെന്ന് ഭേദമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചവരും അവർക്ക് എഗ്നിസ്റ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്തവരെല്ലാം വീഡിയോകൾ നിർത്തി. അക്കൂട്ടത്തിൽ ഞാനും നിർത്തി. പക്ഷേ ഇപ്പോ വീണ്ടും രേണുസുതി നമ്മളെ എല്ലാം അവരെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. ഒരു നാളത്തേന് രേണുവിനെ കുറിച്ച് ആരും എതിർത്ത് സംസാരിക്കുകയോ റിയാക്ഷൻ വീഡിയോ ഇടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മിക്കവാറുമുള്ള എല്ലാവരും റിയാക്ഷൻ വീഡിയോയും രേണുസുതിയുടെ അസുഖം കള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും എല്ലാവരും വീഡിയോ ഇടുകയാണ്. അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രേണു പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് രേണുവിന്റെ അസുഖം ഇപ്പോൾ പൊട്ടിമുളച്ചതല്ല, രേണുവിന് വളരെ ചെറുപ്പം മുതലേ ഉള്ള അസുഖമാണ്. പക്ഷെ രേണു അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെ ഇത് വളർന്നതായതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് രേണുവിനെ തന്നെ ഒരു അതൊന്ന് കേൾക്കാം. എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഒരു ക്യാൻസർ പേഷ്യന്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളോട് ദൈവം ചോദിക്കാതിരിക്കട്ടെ. ഇത് ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിന്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എന്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. രേണു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ റീൽസ് ചെയ്തത് കൊണ്ടാണോ എനിക്ക് ക്യാൻസർ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നത് കൊണ്ടാണ് ക്യാൻസർ വന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എനിക്ക് നേരത്തെ ക്യാൻസർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സമയത്തെങ്കിലും കള്ളം പറയാതിരുന്നൂടെ, നുണ പറയാതിരുന്നൂടെ. ഭയങ്കര വലിയ കാര്യത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല കയ്യിൽ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി മുതൽ എന്റെ ജീവിതം യേശുവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ സ്റ്റേജുകളിൽ പ്രസംഗിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് ചിരിയുന്നു. കാരണം എന്റെ അറിവിൽ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് കാര്യങ്ങൾ കുറച്ച് അറിയുന്ന കേസാണ്. അപ്പൊ എന്റെ അറിവിൽ രേണുവിന് ഈ ഇടയ്ക്കാണ് ഈ പറയുന്ന, അതായത് ഈ ഒരു സാധനം പുറത്ത് വന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ക്യാൻസർ ഈ രേണു അറിയുന്നത്. എന്തിനാണ് വന്നിരുന്നത് കള്ളം പറയുന്നത്? അതിനുശേഷം അത് പോരാഞ്ഞിട്ട് ഈ അസുഖം നിങ്ങളുടെ സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വരരുത് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നോർമലി എത്രയും പേര് അസുഖമായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല രീതിയിൽ അവർ ഒതുങ്ങി കൂടി അവരുടെ ലൈഫ് അങ്ങനെ നോക്കി പോകുന്നുണ്ട്. അപ്പൊ രേണു ഈ ഒരു അസുഖം വന്നപ്പോഴും നമ്മുടെ നോർമലി ആളുകളും അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗേഴ്സ് ആയാലും പലരും ഈ രേണു കണ്ടിട്ട് എടുക്കാതിരുന്നു, റിയാക്ട് ചെയ്യാതിരുന്നു. പക്ഷെ വീണ്ടും ഈ പബ്ലിക്കിലോട്ട് ഈ ഒരു സാധനം ഇട്ട് തരുന്ന രേണു തന്നെയാണ്. പബ്ലിക്കിൽ ഈ ഒരു സാധനം വരുന്നത് കൊണ്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. നമ്മൾ പ്രതികരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സാധാരണ ജനങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് കമന്റ് ഇടുന്നത്, അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് അവർക്ക് വരും, എനിക്കുള്ള ഈ രോഗത്തിനേക്കാളും അപ്പുറമാണ് നിങ്ങളുടെ ഈ പറയുന്ന മനസ്സ് എന്നൊക്കെ പറയുന്നതോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാനായിട്ട് സാധിക്കില്ല. സ്പെഷ്യലി രേണുവിനെ കുറച്ച് അറിയാം എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്, രേണു പല വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് 15 വയസ്സ് മുതൽ ക്യാൻസർ ആണ് എന്ന്. അതായത് എന്താണ് ഒരു മുഴ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഭാവിയിൽ ക്യാൻസർ ആകാം എന്നുള്ള സാധനം ഡോക്ടർ പറഞ്ഞു എന്ന് പല വീഡിയോയിലും പറഞ്ഞു. ഞാനത് പലപ്പോഴും റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഈ 2 ഡേയ്സ് മുന്നേ ഇട്ട ഈ ഒരു വീഡിയോയിലും സെയിം സാധനം പറയുന്നുണ്ട്. എനിക്ക് 15 വയസ്സായപ്പോഴേ ചെറിയൊരു മുഴ ഉണ്ടായിരുന്നു, അന്നേരമേ ഡോക്ടർ പറഞ്ഞിരുന്നു ഭാവിയിൽ ഇത് ക്യാൻസർ ആകാം എന്നുള്ള സാധനം. ഈ ഒരു സാധനത്തിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഒരു ശതമാനം പോലും യോജിക്കാൻ സാധിക്കില്ല. കാരണം ഈ 15 വയസ്സെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് ആണ് എന്ന് എടുത്തു പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ മേ ബി പോകുമായിരിക്കും ഫ്രണ്ട്സായിട്ട്. അന്നത്തെ കാലത്ത് ഒറ്റ ഹോസ്പിറ്റലിൽ പോകുന്നു, അത് ഇങ്ങനത്തെ ഒരു ബ്രസ്റ്റ് ഈ ഒരു മുഴയെ പറ്റി ഡോക്ടറോട് സംസാരിക്കുന്നു. ഈ ഒരു കാര്യം ഡോക്ടർ അത് പാരന്റ്സിനോട് പറയാതെ ഈ ഒരു കുട്ടിയോട് മാത്രം പറയുന്നു. ഇതൊക്കെ എന്ത് ലോജിക്കാണ്? ഈ കേൾക്കുന്നവരെല്ലാവരും മന്ദബുദ്ധികളാണ്, അങ്ങനത്തെ എന്തെങ്കിലും ചിന്തയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സീരിയസ്ലി. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും, ഞാൻ എന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ് സത്യം, ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം, ബാക്കിയുള്ളവർക്കും എവരില്ല അല്ലെങ്കിൽ അവരാരും അങ്ങോട്ട് ചിന്തിക്കില്ല എന്നുള്ള ആ ഒരു തോട്ടാണ് അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാനായിട്ട് ഇടയായിരുന്നത്. ഇത് ഞാൻ മാത്രമല്ല, കുറെ അധികം ആളുകൾ എന്നോട് ഫോൺ വിളിച്ചിട്ടാലും മെസ്സേജ് അയച്ചാലും എന്നോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഇതിനോട് ഒരിക്കലും യോജിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒരിക്കലും ഒരു ഡോക്ടറാണ് പറയില്ല, കുട്ടിയോട് പറയില്ല, അത് അവരുടെ പേരൻസിനോടായിരിക്കും പറയാം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കുറെ സ്റ്റേജ് ഉണ്ട്, നമ്മൾ ഗർഭിണി ആവുക, ആ ഒരു സമയത്തുള്ള കുറെ ടെസ്റ്റ് കാര്യങ്ങൾ, കൂടാതെ അതിനുശേഷം ഈ പറഞ്ഞ ഡെലിവറി, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക, ഇങ്ങനത്തെ കുറെ അധികം സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിലൊന്നും ഈ ഒരു സാധനം കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല, ഇതിനെപ്പറ്റി ബാക്കി ചെക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല.
നല്ല സമയത്ത് രേണുവിന്റെ കൂടെ നിന്ന രേണുവിന്റെ അത്ര അധികം അടുത്ത് നിന്ന ആൾക്കാരാണ് ഇവരൊക്കെ പറയുന്നതും രേണുവിന്റെ അസുഖത്തെക്കുറിച്ച് ഇവർക്കൊക്കെ സംശയം എന്നുള്ള രീതിയിലാണ്. നേരത്തെ ചെറുതിലെ അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തില്ല, അത് അങ്ങനെ ഒരു 10-15 വയസ്സായ ഒരു കുട്ടിക്ക് ഇവിടെ ഡോക്ടർ വിളിച്ച് പറയൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമ്മളൊന്നും അല്ല പറയുന്നത്, രേണുവിനെ നന്നായിട്ട് അറിയാവുന്ന രേണുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ തന്നെയാണ് ഈ പറയുന്നത്. അപ്പൊ ഇപ്പോ രേണുവിന്റെ ഈ അസുഖത്തെക്കുറിച്ച് പലരും കള്ളമാണ്, രേണു സത്യം അല്ല പറയുന്നത്, രേണുവിന് ഇത്ര സീരിയസ് ആയിട്ടുള്ള അസുഖം ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പലരും കമന്റിലൂടെ പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, രേണുവിന്റെ വീഡിയോയുടെ അടിയിലുള്ള കമന്റുകൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോ കിച്ചു വന്നൊരു വീഡിയോ ഇട്ടു, രേണുവിനെ എന്താണ് കിച്ചു കാണാൻ പോവാത്തത് എന്ന് ഒരു വീഡിയോ ഇട്ടു. അതിനെതിരായിട്ട് കിച്ചുവിന്റെ കുറെ കാര്യങ്ങളൊക്കെ രേണുവിനെ അറിയാം, കിച്ചുവിനെ കുറിച്ച് കുറച്ച് നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രേണു വീഡിയോ ഇട്ട്. അത് ഈ വീഡിയോ, അതായത് രേണു ഇങ്ങനെ കിച്ചുവിന് എതിരായിട്ട് വീഡിയോ ഇടുന്നതിന്റെ തലേന്ന് വരെ രേണുവിന് എഴുന്നേക്കാൻ പോലും വയ്യ, തികച്ചും ഓർമ്മശക്തിയില്ല, മുടിയെല്ലാം കൊഴിഞ്ഞു പോന്നു, അതീവ സീരിയസ് ആയ കണ്ടീഷനിൽ ICUവിൽ വരെ കിടന്ന ആളായിട്ടാണ് രേണുവിനെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അത് കഴിഞ്ഞ് കിച്ചു വീഡിയോ ഇട്ടതിന് ശേഷം എവിടുന്നാന്നറിയത്തില്ല, രേണുവിന് എന്തോ ഒരു വലിയൊരു ശക്തി കിട്ടി, ഫുൾ എനർജറ്റിക് ആയിട്ട് രേണു വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരും, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, നിന്റെ കുറെ സത്യങ്ങൾ എനിക്കറിയാം, ഓത്താണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ എന്നെ കുറിച്ച് പറയുന്ന ആലോചിച്ചിട്ട് വേണം, നിന്റെ പെറ്റമ്മ നിന്നെ പ്രസവിച്ച് നിന്നെ കളഞ്ഞിട്ട് പോയ നിന്റെ പെറ്റമ്മയെ കാട്ടി വലിയ കാര്യമായിട്ടാണ് ഈ പോറ്റമ്മ നിന്നെ വളർത്തിയത്, എന്നിട്ടും നീ എന്നെ കാണാൻ വന്നില്ല, എന്നോട് നീ ഇങ്ങനെ സംസാരിച്ചെന്ന്. എത്ര എനർജിയിൽ അവർ സംസാരിക്കുന്നേ. അവർക്ക് ഇത് വീഡിയോ ഇടുന്നതിന്റെ തലേന്ന് വരെ അവര് അയ്യോ എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, ബെഡിൽ കിടന്നോണ്ടായിരുന്നു വീഡിയോ ഇട്ടിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോഴാണ് ആളുകൾക്കൊക്കെ ഒരു സംശയം, ഇവർ പറയുന്നത് കള്ളമാണോ? ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവർക്ക് കീമോ ചെയ്തപ്പോഴത്തേന് വൊമിറ്റിംഗ് ഛർദിൽ കൂടിയെന്ന് പറഞ്ഞിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUവിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രേണു തന്നെ പറയിപ്പിച്ച് രേണുവിന്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരി വീഡിയോ കിട്ടു, രേണു ICUവിലാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരാൻ തുടങ്ങി, രേണു സീരിയസ് ആയിട്ട് ICUവിലാണ്. സത്യം പറയാൻ ഞാനൊക്കെ കണ്ടപ്പോൾ അങ്ങ് പേടിച്ചു. ഞാൻ വിചാരിച്ചു ഇവരുടെ ഈ ഒരു അവസ്ഥയെ, ഇവരിങ്ങനെ കിടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നു, ഇവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഇവർ പറയുന്നു എനിക്ക് ഓർമ്മ പോലും പോകുന്നു, എനിക്കൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ട് ഇവർ പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഐഡിയിൽ കാണുന്നു സീരിയസ് ആയിട്ട് ICUവിൽ പ്രവേശിപ്പിച്ചു. സത്യം പറയാൻ ഞാനങ്ങ് ടെൻഷനായിപ്പോയി, അയ്യോ ഇനി എന്തെങ്കിലും പറ്റുമോ, എന്താ ഏതാണെന്നറിയാൻ പറ്റേ. പച്ച കള്ളമായിരുന്നു, നമ്മളെയൊക്കെ പറ്റിച്ചതാണ്, എന്നെ അടക്കം പറ്റിച്ചതാണ് സർഗീസ്, പറ്റിച്ചതാണ്. ഇവർക്ക് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ പറയുന്നതാണെങ്കിൽ ക്യാൻസർ തന്നെ സത്യമാണോ എന്നുള്ളത് തന്നെ ദൈവത്തിനറിയാം. ഇവര് ഇനിയും ആൾക്കാരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന കള്ളത്തരമാണോ എന്ന് പോലും ദൈവത്തിനറിയാം. കള്ളത്തരമൊന്നും ആയിരിക്കത്തില്ലായിരിക്കും, സത്യമായിരിക്കും അല്ലേ. പക്ഷെ ഇവരിപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കിച്ചുവിനെതിരെ വീഡിയോ ആയിട്ട് വന്നപ്പോഴത്തേനും അവരുടെ നേരെ എല്ലാവരും അങ്ങ് തിരിഞ്ഞു. രേണുവിന് ക്യാൻസർ ആണ് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും, അതായത് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്തവരും അല്ല അവരെ സപ്പോർട്ട് ചെയ്തവരും അവരുടെ എഗനിസ്റ്റ് വീഡിയോ ഇട്ടവരും എല്ലാവരും ഇങ്ങേറ്റം ഷെഫീന ബീബി അടക്കം വീഡിയോ ഇടലും നിർത്തി. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും അങ്ങേറ്റം പൈസകൾ അയച്ചു കൊടുക്കും. ഒരുപാട് പൈസ കിട്ടിയെന്നാണ് ഈ പറയുന്നത്. ഇപ്പൊ രേണുവിന് ഇപ്പൊ അസുഖം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ കളിച്ച ഒരു ഡ്രാമയാണോ നാടകമാണോ എന്ന് പോലും സംശയമുണ്ട്. ഷഫീന ബീബിയുടെ വീഡിയോയിൽ ഷഫീന ബീബി പറയുന്നുണ്ടായിരുന്നു അവർക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ച്, അതായത് കൂലിപ്പണി എടുത്ത് കഴിയുന്ന ആൾക്കാർ വരെ ഇവർക്ക് അസുഖം എന്ന് അറിഞ്ഞുകൊണ്ട് ഇവർക്ക് പൈസ അയച്ചു കൊടുത്തു, ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തു. അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴത്തേനും അവർക്ക് പൈസ കിട്ടുമല്ലോ, ആ പൈസ കൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാലോ എന്നുള്ള വിചാരത്തിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ വരെ അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്നാണ് പറയുന്നത്. പാവപ്പെട്ട ആൾക്കാരെ എല്ലാവരും പറ്റിക്കുമല്ലേ ചെയ്യുന്നത്. ഇപ്പോ അവർക്ക് അത്ര സീരിയസ് ആയിട്ട് അവർക്ക് വയ്യ അസുഖമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇവർ മൈൻഡ് ചെയ്യണ്ടായിരുന്നു. ഇവർക്ക് ഒരു അല്പമെങ്കിലും കിച്ചുവിനോട് ഇവർ പറഞ്ഞല്ലോ, പ്രസവിച്ച അമ്മയെക്കാട്ടി സ്നേഹമായിട്ടാണ് ഈ പോറ്റമ്മ വളർത്തിയത്, പോറ്റമ്മയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു, സ്വന്തം മോനായ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ കിച്ചുവിനെ സ്നേഹിച്ചു എന്നൊക്കെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവര് കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പം എന്റെ പഴയ കാലത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്കറിയാമോ, നിന്റെ ഭാവി പോലും തകരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം, എന്റെ വാ തുറപ്പിക്കരുത്, എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോ ഇടുന്നത്. ഇവരുടെ സ്വന്തം ഇവർ പ്രസവിച്ച മോനാണെങ്കിൽ ഇവർ ഈ രീതിയിലൊക്കെ സംസാരിക്കുമോ? ഇല്ലല്ലോ, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. ചെറിയ കുട്ടികളായാലും വലിയവരായാലും രേണുവും തെറ്റ് ചെയ്തിട്ടുണ്ട്, കിച്ചുവും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയുമോ അവർ പ്രസവിച്ച ഒരു മോനായിരുന്നു എന്നുണ്ടെങ്കിൽ? ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ഇത്രയും സീരിയസ് ആയിട്ട് വയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ചേച്ചിക്ക് സംസാരിക്കായിരുന്നു, അവർക്ക് ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന അവര് ഇത്ര എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റ് ഇരുന്ന് ഇങ്ങനെ തുള്ളി ഉറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുവോ?
എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവർക്ക് അത്ര സീരിയസ് ആയിട്ട് ഒക്കെ ഉള്ള അസുഖമൊക്കെ ആണെന്നുള്ളത്. അറിയില്ല, അങ്ങനെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കെ സംസാരിക്കൂ, അയ്യോ അറിയത്തില്ലേ എന്താണെന്നോ എന്തോ, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർക്ക് വയ്യ എന്നുണ്ട്, പക്ഷേ കിച്ചുവിൻ്റെ ഒരു മറുപടി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ ചേച്ചി ഉണ്ടായിരുന്നു, അവരുടെ ചേച്ചിക്ക് ഒരു വീഡിയോ ഇട്ടാലും മതിയായിരുന്നല്ലോ, എൻ്റെ അനിയത്തിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ഒട്ടും എണീറ്റിരിക്കാൻ വയ്യാത്ത ആളെങ്ങനെയാണ് ഇത്ര എണീറ്റിരുന്ന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? എനിക്ക് തോന്നിയ ഒരു സംശയമാണ്, കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷേ ഇപ്പം പഴയതിനും കാട്ടി രേണുവിന് അസുഖം എന്ന് അറിഞ്ഞപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എന്തായാലും വീണ്ടും രേണു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാണ്. രേണു വീണ്ടും ചർച്ചാ വിഷയം ആവുകയാണ്. കുറേ നാൾ കൊണ്ട് രേണുവിനെ കുറിച്ച് ആരും വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. റിയാക്ഷൻ വീഡിയോ ആയാലും അല്ലാത്ത വീഡിയോ ആയാലും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു സംഭവത്തോടു കൂടി കിച്ചു ഒരു വീഡിയോ ഇട്ടതും അതിന് കിച്ചുവിന് മറുപടി കൊടുക്കാനായിട്ട് രേണു ഒരു വീഡിയോ ഇട്ടതോടുകൂടി വീണ്ടും രേണു സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. അങ്ങനെ സജീവമാവാൻ വേണ്ടിയിട്ട് രേണു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതും ആവാം. എനിക്ക് തോന്നുന്നുണ്ട് രേണു തന്നെയാണ് ആദ്യം ഒത്തിരി കൊളുത്തിയത്. ഇങ്ങനെ ആരും രേണുവിനെ തന്നെ തോന്നിയിട്ടുണ്ടാവും, രേണുവിനെ കുറിച്ച് ഇപ്പം ആരും വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും റിയാക്ട് ചെയ്യുന്നില്ല എന്ന് രേണുവിന് തോന്നിയപ്പോഴാണ് രേണു ഒരു വീഡിയോ ആയിട്ട് വന്ന് കിച്ചു രേണുവിനെ കാണാൻ വന്നില്ല. എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ രേണു പറയുന്നുണ്ട്, എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം, പക്ഷെ കാണാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞു വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതിക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങ കണ്ടില്ലേ. ഇതെനിക്ക് തോന്നുന്നുണ്ട് രേണു വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാവാൻ വേണ്ടിയിട്ട് രേണു തന്നെ ഇട്ട ഒരു വീഡിയോ ആണ്. രേണുവിന് അറിയാം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇതെടുത്ത് റിയാക്ട് ചെയ്യും, കിച്ചും ഇത് റിയാക്ട് ചെയ്യുമെന്ന് രേണുവിന് അറിയാം. അതുകൊണ്ട് രേണു തന്നെ ഇട്ടതായിരിക്കും. അതിനുശേഷം പിന്നെ തുരുതുര വീഡിയോകൾ ഇങ്ങനെ കിച്ചു പറയുന്നു, പിന്നെ റിയാക്ഷൻകാർ പറയുന്നു, പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നു. പക്ഷെ ആരാണ് ഇത് ഇട്ടുകൊടുത്തത്? രേണു തന്നെയല്ലേ. അല്ലെങ്കിൽ രേണുവിന് വയ്യ, രേണുവിന്റെ കാര്യം നോക്കി രേണുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ രേണുവിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട് അങ്ങനെ പോയാൽ പോരായിരുന്നോ രേണുവിന്? അതില്ല, രേണുവിന് എപ്പോഴും രേണു ഭയങ്കരമായിട്ട് വൈറലായി നിൽക്കണം. രേണുവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംസാരിക്കണം. അത് കുറച്ച് നാളുകൊണ്ടേ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രേണുവിന് വയ്യാത്ത സിറ്റുവേഷനിൽ കൂടി തന്നെ രേണു തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നു. ഇപ്പൊ എന്തായാലും വീണ്ടും രേണു തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. വീണ്ടും രേണുവിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാണ് രേണുവിന് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് രേണു ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതെന്നാണ് എന്റെ തോന്നൽ. ഈ ഞാൻ പറയുന്ന ഈ കാര്യത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അപ്പം എന്തായാലും എനിക്ക് ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇതിനിടയ്ക്കൂടെ സജീന ബീബിയെ പിടിച്ചിട്ടു കേട്ടോ. സജീന ബീബി പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കിച്ചു ഇതെല്ലാം ചെയ്യുന്നത്, കിച്ചുവിന് സജീന ബീബിയുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കിച്ചുവിനെ നിയന്ത്രിക്കുന്നത് അവരാണെന്നുള്ള രീതിയിൽ രേണു സംസാരിച്ചു. അപ്പൊ രേണു നോക്കിയപ്പം സജീന ബീബിയും കുറച്ച് നാളായിട്ടേ ഒന്നും മിണ്ടാതിരിക്കുവാണ്. അപ്പൊ അവരെയും കൂടെ ഒന്ന് എന്തെങ്കിലും ഒന്ന് കുത്തിയിളക്കാം, അന്നേരം അവരും കൂടെ ഇനിയിപ്പോ ഇവരുടെ നേരെ തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്കിട്ട് കൊട്ടിട്ട് ഒരു കൊട്ട്. അപ്പൊ അവര് തിരിഞ്ഞ് മറുപടിയായിട്ട് അവരും വന്നു. ഇതൊക്കെ രേണുവിന്റെ ഒരു കളിയാണ്. എന്തായാലും അവര് അസുഖമാണ്, എത്രയും സീരിയസ് ആയിട്ട് അവർക്ക് ഒന്നിനും വയ്യ എന്ന് പറഞ്ഞിരുന്നാലും അവർക്ക് ഓർമ്മയൊന്നും പോയിട്ടില്ല കേട്ടോ. അവർ ഓർമ്മ പോയി, അവർക്ക് ഒന്നിനും വയ്യ, അവർക്ക് തീരെ വയ്യ എന്നൊക്കെ അവരവരുടെ വീഡിയോയിൽ കിടന്നുകൊണ്ട് വീഡിയോ ഇട്ട് അഭിനയിച്ചെങ്കിലും പക്ഷെ അതൊന്നും അല്ല സത്യം. അതേ ബുദ്ധിമുട്ടിലിരിക്കുന്ന അവര് ഈ സജീന ബീബിയൊക്കെ പിടിച്ച് അവരെയൊക്കെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ അവർക്ക് ഇവരുടെ പാട് നോക്കി പോയാൽ പോരായിരുന്നു രേണുവിന്. ഈ നാട്ടിൽ കിച്ചുവിനെ അവരുടെ മോനാ കിച്ചുവിനെ പറ, ഈ സജീന ബീബിയൊക്കെ എന്തിനാണ് പിന്നെ പറയുന്നത്? അപ്പൊ അവര് തിരിച്ച് പറയത്തില്ലേ? തിരിച്ച് പറയണം. അതിന് വേണ്ടിയിട്ടാണ് രേണു ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ഒരു സംശയങ്ങളൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ.